കേൾക്കുന്നത്. തൊട്ടപ്പുറത്ത് ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നല്ലേ, അവിടെ നിന്ന് കമാന്ന് ഒരു അക്ഷരം കേൾക്കുന്നുണ്ടോ? അതെന്താണ് നിങ്ങളുടെ വീട്ടിൽ കേൾക്കാത്തത്? എടാ അതാ പറഞ്ഞ ട്രിക്ക് വേണോന്ന്. എന്നെ എന്റെ പെണ്ണുമ്പോൾ ഇടിക്കുമ്പോ വാ പൊത്തിപ്പിടിച്ചിട്ട് ഇടിക്കാറുള്ളൂ, ശബ്ദം പുറത്തു വരാറില്ല. അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പൊട്ടിച്ച്, പിന്നെ പൊടി പൂരല്ലായിരുന്ന. എന്നിട്ട് തന്റെ വീട്ടിൽ നിന്ന് തന്റെ കരച്ചിലല്ല ഞങ്ങൾ കേട്ടത്. അതെന്റെ ഭാര്യയുടെ 350 രൂപ സ്വേതായിട്ട് പൊട്ടിച്ച് അവൾ എന്നെ കൊല്ലൂലടാ, കൊല്ലൂലടാ, കൊല്ലും. പൊന്മകൾ വന്താൾ പൊരുൾക്കോടി തന്താൾ പൊന്മകൾ വന്താൾ. ഏടാ കുമാര, നീ നിന്റെ പെണ്ണുമ്പോൾ തമ്മിൽ എന്നും വഴക്കാണല്ലോടാ. എന്താടാ, എന്താ കാര്യം? ഒന്നും പറയണ്ട എന്റെ ഭാർഗവ. ഞാൻ ചെത്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാല് എനിക്ക് ഇവള് പച്ചവെള്ളം തരൂല. 24 മണിക്കൂറും ടിവിയുടെ മുമ്പിലല്ലേ ഇവള്. സഹോദരി, ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ല. ഇവിടുത്തെ സ്ത്രീകൾ ഇങ്ങനെ സദാസമയവും ടിവിയുടെ മുന്നിൽ കുത്തിയിരുന്നാൽ നമ്മളെപ്പോലുള്ള പുരുഷന്മാർ എന്ത് ചെയ്യും? അതുകൊണ്ട് ഒരിക്കലും ഈ പ്രശ്നം ഇങ്ങനെ വിടാൻ പറ്റില്ല. നമുക്ക് കുമാരന്റെ ഭാര്യയെ വിളിച്ച് ചോദിക്കണം. ശരിയാണ്, ശരിയാണ്. അത് മെമ്പർ തന്നെ വിളിച്ച് ചോദിക്കണം. അതാണ് അതിന്റെ ശരി, അതാണ് അതിന്റെ സത്യം. പെങ്ങളെ, കുഞ്ചിപ്പെങ്ങളെ, എനിക്ക് പറക്കാതെ പോയ എന്റെ രമണി പെങ്ങളെ. എടി അളിയൻ വിളിക്കണ്ടി, ഇറങ്ങി വാടി. അളിയനോ? പെങ്ങളാണെന്ന് പറഞ്ഞു. കഥയിലെ കുഞ്ചിപ്പെങ്ങൾ. ഏത് പട്ടികളാണ് രാവിലെ വീട്ടുമുറ്റത്ത് നിന്ന് കൊരയ്ക്കുന്നേ? എല്ലാവരും ഉണ്ടല്ലോ. എന്താ രാവിലെ ഇങ്ങോട്ട് പോന്നത്? അല്ല, ചുമ്മാ ഇതിലെ പോയപ്പോ ചുമ്മാ ഇങ്ങനെ കേറിയതേ ഉള്ളു. മെമ്പറെ ചോദിക്കും. മെമ്പർ അതേ വന്നിരിക്കണുള്ളൂ. അതിനെന്താ ഞാൻ ചോദിക്കാം. എനിക്ക് ആരോട് എന്ത് ചോദിക്കുന്നതിലും യാതൊരു പേടിയില്ല. കാരണം ഒരു പഞ്ചായത്ത് മുഴുവൻ ഭരിക്കുന്ന മെമ്പറാ ഞാൻ. ഞാൻ ആരുടെ മുഖത്ത് നോക്കി എന്ത് വേണേലും ചോദിക്കും. അങ്ങ് ചോദിക്കും മെമ്പർ. ചോദിക്കാം, ദേ ഇപ്പൊ തന്നെ ചോദിക്കാം. രമണി, എനിക്ക് എന്താടോ വേണ്ടേ? ഉല്ലാസം വെള്ളുന്നൊരു ഭയങ്കര പരവേശം. പോരെ കുമാര? ഇനി ഞാൻ ചോദിക്കാം. രമണി പെങ്ങളെ, യവൻ ചെത്ത് കഴിഞ്ഞ് വന്നപ്പോ യവനെന്താ ചായ കൊടുക്കാത്തത്? അത് പിന്നെ ഞാൻ അന്നേരം 6 മണിയുടെ സീരിയൽ കണ്ടോണ്ടിരിക്കായിരുന്നു. അത് 6:30 കഴിയില്ലേ? അപ്പൊ കൊടുക്കാൻ പാടില്ലേ? അപ്പൊ എനിക്ക് 6:30 കാവ്യാഞ്ജലി കാണണ്ടേ? അത് 7 മണിക്ക് കഴിയുമല്ലോ. അപ്പൊ ഒരു ചായ കൊടുക്കാൻ പാടില്ലേ? അപ്പൊ എന്റെ അമ്മ മനസ്സ് ആര് കാണും? സഹോദരി, കണ്ടോ ഒരു അമ്മയുടെ മനസ്സ് കാണാനുള്ള ഒരു മകളുടെ മനസ്സ്. എന്റെ മെമ്പർ അത് 7 മണിക്കുള്ള സീരിയലാ. അമ്മ മനസ്സ്. എന്നാ 7:30 ഒരു ചായ ഈ പാപത്തിന് കൊടുക്കാൻ പാടില്ല എന്റെ രമണി. അത് കൊള്ളാം. ആ സമയത്താ ഞാൻ എന്തെങ്കിലും കഴിക്കുന്നത്. അപ്പൊ ഇയാൾക്ക് കൊടുക്കോ ഞാൻ കഴിക്കോ? പിന്നെ വീണ്ടും 8 മണി മുതൽ സീരിയൽ തുടങ്ങില്ലേ? ഈ പണ്ടാരടങ്ങിയ സീരിയലുകൾ എപ്പ തീരും എന്റെ മക്കളെ? 10 മണിക്ക്. അപ്പോഴെങ്കിലും ഒരു ചായ കൊടുത്തൂടെ? അപ്പൊ കായങ്ങളൊക്കെ വെച്ചിട്ട് തന്റെ അപ്പം വന്നിരുന്ന് കാണുവാടോ? എനിക്ക് വയ്യ. ഞാൻ എവിടെയെങ്കിലും പോയി ചാവരല്ല ചായ കുടിച്ചും വരാം. അതൊക്കെ പോട്ടെ, രമണി എന്തിനാ ഇവനെ തല്ലിയത്? ഞാൻ പറയാ ഞാൻ ചെത്താൻ പോയനാ ഇവളെ നീ തല്ലി മുഴുവൻ തല്ലിയത്. അതവന്റെ തൊഴിലല്ലേ, അതിനെന്തിനാ നീ അവനെ തല്ലിയത്? ഇയാളെ തെങ്ങ് ചെത്താൻ പോയതിനല്ല ഞാൻ തല്ലിയത്. കോളേജ് വിട്ട് പെമ്പിള്ളേര് പോകുമ്പോഴേ ജീൻസ് ഷർട്ട് ഇട്ട് ചെത്തുന്നതിനാ ഞാൻ നല്ല പൊത്ത് കൊടുക്കുന്നേ. മനസ്സിലായോ നിങ്ങൾക്ക്? എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ സമയം 10 മണി. ഇനിയെങ്കിലും ഒരു ചായ ഇവന് കൊടുത്തൂടെ എന്റെ രമണി? അയ്യോ, 10 മണിയായോ? ഹായ്, ദേ ഇപ്പൊ സിനിമ ഡയറി തുടങ്ങും. എന്റെ ദൈവമേ, ഈ സിനിമ ഡയറി കണ്ടുപിടിച്ചവൻ ആരാണെന്നാവോ? അവനെന്റെ കൈ കിട്ടിക്കാൻ